ഒറ്റ കാര്യം കൂടി, ഇത്തവണ ലാലാരാധകരെ സംബന്ധിച്ച് ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല. ഒരു കാര്യം കൂടി, ഒരു അഭിനന്ദനം കൂടി ഉണ്ട്. കാരണം ഇത്തവണ നമ്മുടെ മുളവന്മുള്ള സ്കൂളിൽ ഏറെ നേരം കാത്തു നിന്ന് ശ്രീ മോഹൻലാൽ വോട്ട് ചെയ്യാനെത്തി, ബൂത്തിൽ കാത്തു നിന്നു. ഇത്തവണ കണക്ക് നോക്കുമ്പോൾ സംസ്ഥാന ചരിത്രത്തിൽ 3ാം റെക്കോർഡാണ്. നല്ല ഒന്നാന്തരം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളില്ല, എപ്പോഴെങ്കിലും നിങ്ങള് ഈ ആരോ പ്ലാന്റുകളൊക്കെ വന്ന് ഒന്ന് ഷൂട്ട് ചെയ്യണം, എന്നിട്ട് എന്താണെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കണം. ഈ വെള്ളം എന്ന് പറയുന്നത്. ലാലേട്ടൻ ഇപ്പോൾ അമേരിക്കയിലാണ് ഉള്ളത്. നമസ്കാരം ലാലേട്ട, നമുക്കിപ്പോൾ ഇവിടെ വിഷുപ്പുലരിയാണ്. നമസ്കാരം, ഹാപ്പി വിഷു, ഹാപ്പി വിഷു എല്ലാവർക്കും. ഹാപ്പി വിഷു, ഹാപ്പി വിഷു. രാത്രിയാണ്. ചാക്കോച്ചൻ ജീവിതത്തിൽ ആലോചിക്കാത്ത ഒരാളിപ്പം ടെലിഫോൺ ലൈനിൽ വരുന്നുണ്ട്. ട്രംപാണോ? ട്രംപ് ആണെങ്കിൽ നമ്മൾ പേടിക്കണ്ടായിരുന്നു. ഹലോ ഒന്ന് വിളിച്ചു നോക്കി, ഹലോ ഒന്ന് ചോദിച്ചു നോക്കി. ഹലോ ശ്രീനാഥ് സാർ. ആ ഹലോ ലാൽജി, നമസ്കാരം. ലാൽജി അറിയാവുന്ന ഒരു മനുഷ്യൻ എന്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. ചാക്കോച്ചൻ ഹാപ്പി വിഷു. അയ്യോ, ഹാപ്പി വിഷു. ഞാൻ ഒരു ഹാപ്പി വിഷു നേരത്തെ വേറൊരു ശാലയിൽ പറഞ്ഞത്, അപ്പൊ അവൻ ഓടിക്കളഞ്ഞു. അതെ അതെ. അയ്യോ ശരി. അപ്പൊ അങ്ങോട്ട് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കും ശരിക്കും പറഞ്ഞാൽ ഈ മെയ് 1-ാം തീയതി മുതൽ വേറൊരു വലിയൊരു ആഘോഷം വരികയാണ്, പേട്രിയറ്റിന്റെ റിലീസ്. അപ്പം ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിയിൽ അതിനും ഞാൻ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ഇത് ഇപ്പോൾ ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ വന്ന് ഞങ്ങൾക്ക് വിഷ് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ലാലേട്ടാ. വിഷിംഗ് യു സെയിം. സന്തോഷം. ലാൽജി, ഇന്നിപ്പോഴേ ചാക്കോച്ചന്റെ സിനിമ ഒരു ദുരൂഹ സാഹചര്യത്തിൽ റിലീസ് ആവുകയാണ്. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹാപ്പി വിഷു. മോഹൻലാൽ ഇപ്പോൾ അമേരിക്കയിലാണ്. അതെ, അവിടെ നിന്നാണ് നമ്മോട് സംസാരിക്കുന്നത്. ലാൽജി, ഇദ്ദേഹത്തിന്റെ സിനിമ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇന്ന് റിലീസ് ചെയ്യാണ്. അപ്പൊ അത് പ്രമാണിച്ച് ഞാൻ ഇവിടെ പിടിച്ചുകയറ്റി വാർത്ത വായിപ്പിച്ചുകൊണ്ടിരിക്കുക. നന്നായിട്ട് വായിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞ ഒരു 15 കൊല്ലം കഴിഞ്ഞ് സിനിമ എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ ലാൽജി, നമ്മുടെ പ്രേക്ഷകരോട് ഈ പേട്രിയോട്ട് സിനിമ വരാൻ പോവാണല്ലോ, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പേട്രിയോട്ട് സിനിമ നല്ല സിനിമയാണ്, കാണൂ. അത്ര വേറെന്താ ഞാൻ പറയണ്ട. എന്ത് തേങ്ങയാണ് പറയുന്നേ? തീരുമാനിക്കണ്ടേ? അല്ല, ചാക്കോച്ചൻ പറഞ്ഞേക്കുന്നേ തന്നെ പേട്രിയോട്ട് എന്നാണ് അല്ലേ? പേട്രിയോട്ട് എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹം ഉള്ള ഒരാളെന്നാണ്. അവിടെ റിഹേഴ്സലൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ടോ? അമേരിക്കയിലല്ലേ ഇപ്പോ? അമേരിക്കയിലാണ്. ചിലപ്പോ കാണും, ചിലപ്പോ കാണില്ല, അത്രേ ഉള്ളൂ. ശരി, സ്റ്റീവൻ ഡേവിസ് മനസ്സിലായി. അപ്പൊ ചാക്കോച്ചന്റെ സിനിമയ്ക്ക് ഒരു ആശംസ പറയണേ. കാര്യം അത് വിജയിക്കണം എന്നുള്ളത് അവിടെ ആവശ്യമായിരിക്കുക. ഏതാണ്? ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇന്നിപ്പോ റിലീസാ. ഒരു ദുരൂഹ സാഹചര്യത്തിലല്ല നമ്മളെ കാണേണ്ടത്. ഓഹോ, ആണല്ലേ? ഏറ്റവും നല്ല സാഹചര്യത്തിൽ ഏറ്റവും മിടുക്കനായിട്ട് ആ സിനിമ മാറട്ടെ. താങ്ക് യു കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ലാൽജി, താങ്ക് യു. ശ്രീ മോഹൻലാലാണ് നമുക്കിപ്പം അമേരിക്കയിൽ ചേർന്ന് അവിടെ ഒരു ഷോയ്ക്ക് പോയിരിക്കുകയാണ് അവിടെ. അപ്പൊ അവിടെ നിന്നാണ് അവർ ചേർന്നത്. ഒരു അപ്രതീക്ഷിതല്ലേ ഇത്? ശരിക്കും എനിക്കൊരു വിഷു കഴിഞ്ഞിട്ട് മാറി. അപ്പൊ അതിന് താങ്ക് യു. അല്ല, അവരെന്നെ ഞെട്ടിച്ചു. നമ്മ അവിടെ ഇരുന്ന ഈ PCR സനൂപ് എന്നൊരു മനുഷ്യനുണ്ട്. അപ്പൊ താങ്ക് യു സനൂപ്, താങ്ക് യു. അത്യാവശ്യം അപകടകാരിയാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? അപ്പം പുള്ളി ചെയ്ത